SSLC ഫസ്റ്റ് ടേം മാത്തമാറ്റിക്സ് പാർട്ട് 4 17 മുതൽ 22 വരെയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ. 17th question. The 7th term of an arithmetic sequence is 40 and the 13th term is 80. What is its 10th term? B question. What is the sum of first 19 terms of the sequence? C. What is the sum of first 19 terms of the arithmetic sequence with the 7th term 42 and the 13th term 82? 7th term a plus 6d 40 ആണ് ഇക്വേഷൻ 1. 13th term a plus 12d 80 ആണ് ഇക്വേഷൻ 2. ഇക്വേഷൻ 1ഉം 2ഉം ആഡ് ചെയ്താൽ 2a plus 18d ഈക്വൽസ് 120 എന്ന് കിട്ടും. അത് ഇക്വേഷൻ 3 ആയിട്ട് എഴുതാം. ഇക്വേഷൻ 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ a plus 9d ഈക്വൽസ് 60. a plus 9d ആണ് 10th term. 10th term ഈക്വൽസ് 60. B question. What is the sum of first 19 terms of the sequence? Sum of first 19 terms n by 2 into first term plus last term. Last term a plus 18d. 19th term എന്ന് പറഞ്ഞാൽ a plus 18d ആണ്. അപ്പോൾ 2a plus 18d കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ 3ൽ 2a plus 18d 120 ആണ്. 19 by 2 into 120 ആണ്. 19 into 60 ആൻസർ. C question. What is the sum of first 19 terms of the arithmetic sequence with the 7th term 42 and the 13th term 82 ആണെങ്കിൽ എത്രയായിരിക്കും സം ഓഫ് ഫസ്റ്റ് 19 ടേംസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സം ഓഫ് 19 ഫസ്റ്റ് 19 ടേംസിൽ 120ക്ക് പകരം 124 വരും. 42 പ്ലസ് 82 124 ആണ്. അപ്പോൾ 19 by 2 into 124 equals 19 into 62. 18th question. In the figure, AB is the diameter of the circle. PC equals CD equals 6 centimeters. The length of PA is 3 centimeters less than the radius. A. What is the length of PD? B. Find the radius of the circle. ആൻസർ എ ബി ഡയാമീറ്റർ ആണ്. എ ബി. പി സി ഈക്വൽസ് സി ഡി ഈക്വൽസ് 6 സെൻറ്റിമീറ്റർ ആണ്. പി ഡി ഒന്നാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പി ഡി എത്രയാണെന്നാണ്. പി സി പ്ലസ് സി ഡി അതായത് 6 + 6 12 സെൻറ്റിമീറ്റർ. ബി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. പി എ ഇൻറ്റു പി ബി ഈക്വൽസ് പി സി ഇൻറ്റു പി ഡി ആണ്. അപ്പോൾ r - 3 ഇൻറ്റു 3r - 3 3r വന്നത് r - 3 പ്ലസ് r പ്ലസ് r അതാണ് പി ബിയുടെ ലെങ്ത്ത്. അതുകൊണ്ടാണ് 3r - 3 എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ r - 3 ഇൻറ്റു 3r - 3 ഈക്വൽസ് 6 ഇൻറ്റു 12. നമുക്ക് 3r² മൈനസ് 3r മൈനസ് 9r പ്ലസ് 9 ഈക്വൽ 72 എന്ന് കിട്ടും. എല്ലാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ r² - 4r ഈക്വൽസ് r² - 4r - 21 ഈക്വൽസ് 0. -3 ഇൻറ്റു -7 ഏതെങ്കിലും രണ്ട് സംഖ്യകൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് -21 കിട്ടണം. പ്ലസ് ചെയ്യുമ്പോൾ -4 കിട്ടണം. അപ്പോൾ ആ നമ്പേഴ്സ് +3 ഇൻറ്റു -7 ആണ്. അപ്പോൾ r + 3 ഇൻറ്റു r - 7 ഈക്വൽസ് 0. r ഈക്വൽസ് -3 ഓർ r ഈക്വൽസ് +7. അതുകൊണ്ട് റേഡിയസ് 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. 19th question. A, B, C, D are two perpendicular chords of a circle with center O
Angle D equals 30 degree. A. What is the central angle of arc AMC? B. What is the measure of angle A? C. Find the sum of the central angles of the arcs AMC and BQD. D. Is this relation true for every measures of angle A and angle D? Justify. Central angle of arc AMC. Answer. AMC എന്ന ആർക്ക് എടുത്താൽ AC എന്ന കോഡിൻ്റെ ഒരു സൈഡിൽ കിടക്കുന്ന മേജർ സെക്ടറിൽ കിടക്കുന്ന ആംഗിളാണ് D. ആംഗിൾ D 30 ഡിഗ്രിയാണ്. ആ 30 ഡിഗ്രിയുടെ ഡബിൾ ആയിരിക്കും സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി. B. Sum of the central angles of arc AMC. Arc AMC സെൻട്രൽ ആംഗിൾ 60 ആണ്. ഇനി നമുക്ക് BQD ആണ് കണ്ടുപിടിക്കേണ്ടത്. BD ഒരു കോഡായിട്ട് എടുക്കുകയാണെങ്കിൽ BDയുടെ തേർഡ് വെർട്ടെക്സ് വരുന്നത് 60 ഡിഗ്രി. A ആണ് 60 ഡിഗ്രിയാണ്. ആ 60യുടെ ഡബിൾ ആയിരിക്കും സെൻട്രൽ ആംഗിൾ. BQD 120 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 180 കിട്ടും. ഈസ് ദിസ് റിലേഷൻ ട്രൂ ഫോർ എവറി മെഷേഴ്സ് ഓഫ് ആംഗിൾ A ആൻഡ് ആംഗിൾ D? ജസ്റ്റിഫൈ. ആൻസർ ആംഗിൾ A x ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ D 90 - x ആണ്. സെൻട്രൽ ആംഗിൾ അതിൻ്റെ 2x ആയിരിക്കും. എക്സിൻ്റെ 2x ആയിരിക്കും. AMCയുടെ 2 × 90 - x ഈക്വൽസ് 180 - 2x. Adding 1 and 2, we get 2x plus 180 minus 2x equals 180. This shows that the sum of any two central angle become 180 degree. 20th question. The algebraic expression of a sequence is 81 minus 8n. A. What is the 10th term? B. What is the sum of first 10 terms of the sequence? C. Whether the sum of any number of terms of the sequence will be 400. Why? Answer. Algebraic expression 81 minus 8n ആണ്. അതിൻ്റെ 10th ടേം എന്നിന് പകരം 10 കൊടുക്കുക. അപ്പോൾ 81 minus 8 into 10 equals 1. 10th ടേം 1 ആണ്. ബി ഫസ്റ്റ് ടേം എന്നിന് പകരം 1 കൊടുക്കുക. 81 minus 8 into 1 equals 73. Sum of 10 terms n/2 into x1 plus 10th term, last term, x10 equals 10/2 into 74, 370. Answer 370. C question. Whether the sum of any number of terms of the sequence will be 400. Why? 400 is not in the sequence because the multiple of common difference -8 become here as negative number. Next question. A rectangle has perimeter 40 centimeters. Write a pair of numbers that can be the sides of this rectangle. B. Find the length of the sides of the rectangle with the perimeter 40 centimeters and area 96 centimeter square. Answer. Given perimeter 40 centimeter ആണ്. പെരിമീറ്റർ കാണാൻ 2 into L plus B equals 40. L plus B 40 divided by 2 equals 20 ആണ്. If we take length be 16, then the breadth be 4 centimeter. ലെങ്ത്ത് 16 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. B. Find the length of the sides of the rectangle with the perimeter 40 and area 96. Answer. Perimeter 40, area 96. Perimeter കാണാനായിട്ട് 2 into L plus B equals 40. L into B, L plus B 20 കിട്ടും.
ലെങ്ത് എക്സ് ആയിട്ട് എടുക്കുക, ബ്രെഡ്ത്ത് 20 മൈനസ് എക്സ്. ഏരിയ 96 ആണ്, എൽ ഇൻറ്റു ബി, അതായത് എക്സ് ഇൻറ്റു 20 മൈനസ് എക്സ് 96. 20x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽസ് 96. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 20x 4 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലസ് 100 എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ, എക്സ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 96, ഇവിടെ 4 കിട്ടും. എക്സ് മൈനസ് 10 ഈക്വൽസ് പ്ലസ് ഓർ മൈനസ് 2 ആണ്. എക്സ് ഈക്വൽസ് 2 പ്ലസ് 10 12. നെഗറ്റീവ് വാല്യൂ റിജക്റ്റഡ്. ലെങ്ത്ത് 12 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. 22nd question. The angle measures of an octagon are in arithmetic sequence. A. What is the sum of its angles? B. What is the sum of its smallest and largest angles? C. If the difference between the smallest and largest angle is 70 degree, what is the measure of smallest angle? D. Will any of the angles of this octagon be right angle? Why? Answer. Octagon 8 sides ആണ്. n എന്ന് പറയുന്നത് 8. സം ഓഫ് ആംഗിൾസ് കാണാനായിട്ട് n മൈനസ് 2 ഇൻറ്റു 180 ആണ്. 8 മൈനസ് 2 ഇൻറ്റു 180 1080. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഹിയർ ദ ആംഗിൾ ബീയിങ് അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ സമ്മ് കാണാനായിട്ട് n/2 ഇൻറ്റു x1 പ്ലസ് xn, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, അതായത് ഇവിടെ സ്മോളസ്റ്റ് ആംഗിൾ പ്ലസ് ലാർജസ്റ്റ് ആംഗിൾ 8/2 ഇൻറ്റു സ്മോൾ പ്ലസ് ബിഗ് ഈക്വൽസ് 1080. അങ്ങനെയാണെങ്കിൽ സം ഓഫ് സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് വരുന്നത് 270 ആയിരിക്കും. സി. സ്മോൾ ആംഗിൾ ബി ഫസ്റ്റ് ടേം ആൻഡ് ലാർജ് ആംഗിൾ ബി ലാസ്റ്റ് ടേം. ബൈ ക്വസ്റ്റ്യൻ ലാർജ് ആംഗിൾ മൈനസ് സ്മോൾ ആംഗിൾ 70 ആണ്. അതുകൊണ്ട് മെഷർമെൻറ്റ് ഓഫ് സ്മോൾ ആംഗിൾ 270 മൈനസ് 70 ഡിവൈഡഡ് ബൈ 2 ഈക്വൽസ് 100. ഡി ക്വസ്റ്റ്യനിൻ്റെ ആൻസർ. There will be no such octagon because if the angle become 90 degree, then the other angle is 270 minus 90 equals 180. It is not possible.